ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ്. നമ്മൾ വത്തക്ക വെച്ചിട്ടാണ് ഈ ഡ്രിങ്ക് ചെയ്തിട്ടുള്ളത്. നല്ല ചൂട് സമയത്തും നോമ്പിനും ഒക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് വത്തക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുരുവൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ ഞാൻ മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുരു കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്തായാലും ഇത് അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, വളരെ ചെറുത് മതി, ഒരുപാട് എടുക്കരുത്, ടേസ്റ്റ് മുന്നിൽ നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു 3-4 കുഞ്ഞ് പുതിന ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പുതിനയിലേൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ 1-2 ചേർത്താൽ മതി, കൂടുതൽ ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും തന്നെ ആ ബത്തക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് അരിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ അരിച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു 3/4, നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് അത്രയും ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വത്തക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വത്തക്ക ഇടുമ്പോൾ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വേണമെന്നുള്ളവർക്ക് ഒരുപാട് ഇട്ട് കൊടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സോഡയാണ്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന സോഡ ഉണ്ടല്ലോ, ആ സോഡയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3/4 ഗ്ലാസ് ജ്യൂസും ബാക്കി നമ്മൾ സോഡയും ചേർത്ത് കൊടുക്കും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുടിക്കാനായിട്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ കൂൾ ബാറിലൊക്കെ പോയാലൊക്കെ കിട്ടുന്നതാണ്, വാട്ടർമെലൺ മൊജീറ്റോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുടിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു അടിപൊളി ഇഫ്താർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.